ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക ഫ്രൈ ആണ്. ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ ചരിച്ചോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ ചതച്ച മുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് മസാല പുരട്ടി ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാ വശവും ഒരുങ്ങി കിട്ടാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ ഒന്ന് ചരിച്ച് കൊടുത്ത് എണ്ണ വാർന്ന ശേഷം കോരിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഏവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.